ദളപതി 69 വിജയുടെ കരിയറിലെ അവസാനത്തെ സിനിമ എന്ന് പറയപ്പെടുന്ന സിനിമ. അതുകൊണ്ട് തന്നെ പലരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണിത്. സിനിമയുടെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, ആ ഒരു പോസ്റ്ററും അതേപോലെ തന്നെ ഒരു ടാഗ് ലൈനുമാണ് അനൗൺസ് ചെയ്തത്. ടാഗ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോർച്ച് ബെയറർ ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ്. ഒരു പോസ്റ്റർ ഒരു ടോർച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഉള്ളൂ. അപ്പം വിജയുടെ അവസാനത്തെ സിനിമ പൊളിറ്റിക്സിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ പ്ലാൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ അതിനെപ്പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, കൂടുതൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് KVN പ്രൊഡക്ഷൻസ് ആണ്. അവരുടെയും ആദ്യത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരിക്കും ഇത്. സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് H. വിനോദാണ്. തുനിവ്, വാലിമൈ, ധീരൻ അധികാരമുണ്ട് സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത് നമ്മളുടെ അനിരുദ്ധ് തന്നെയാണ് ഈ ഒരു സിനിമയിൽ. അത് എന്തായാലും 1-2 വൈറൽ സോങ്സൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ സിനിമയുടെ ഒരു റൂമർ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ ടൈറ്റിൽ അനൗൺസ് അല്ലെങ്കിൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നതിന് മുമ്പേ കേട്ട റൂമർ, വിജയ് ഇതിന് റെക്കോർഡ് റെമ്യൂണറേഷനാണ് ചോദിച്ചിട്ടുള്ളതെന്നാണ്. 275 കോടി രൂപയാണ് ഈ ഒരു സിനിമയിൽ റെമ്യൂണറേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് റൂമറാണ്. എന്തായാലും റെക്കോർഡ് റെമ്യൂണറേഷൻ എനിക്ക് പുള്ളി ചോദിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സിനിമ. കാരണം അത്രയും വലിയൊരു സിനിമയാണ്, അവസാന സിനിമയാണ്, എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ കരിയർ എൻഡ് ചെയ്തിട്ട് പൊളിറ്റിക്സിൽ പോകണ്ടെന്നായിരുന്നു. അത് പുള്ളിയുടെ അതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അനൗൺസ് ചെയ്ത് ബാക്കി അപ്ഡേറ്റ്സുകളൊക്കെ ഉടനെ വരുമായിരിക്കും. അടുത്ത വർഷം ഒക്ടോബറിലാണ് സിനിമ റിലീസ് ചെയ്യുമെന്ന് പറയുന്നത്.